ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്ന് ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലം വരെ പോവാണ് ഗൈസ്. നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ ഞങ്ങൾ ഇവിടുത്തെ മാളിൽ പോവുക ഗൈസ്. ഡ്രീംസ് മാളിൽ പോവുക ഗൈസ്. ഞാൻ ഈ പോകുന്നത് ഞങ്ങൾ ഈ പോകുന്നത് എൻ്റെ ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാനാണ്. ഞാൻ 1 ഇയർ മുന്നേ, അതായത് ഈ നിൽക്കുന്ന ആടെ കല്യാണത്തിന് മുന്നേ ഞാൻ എൻ്റെ ഹെയർ ഒന്ന് ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ 1 ഇയർ കഴിഞ്ഞപ്പോൾ ഇതുപോലായി എൻ്റെ ഹെയർ മൊത്തം ചുരുണ്ട് ഒരു സ്ട്രക്ചറിലോട്ട് മാറി. എൻ്റെ മുമ്പത്തെ ഹെയർ എന്ന് പറയുന്നത് നല്ല കേളി ആയിട്ടുള്ള ഹെയർ ആയിരുന്നു. ഫ്രണ്ടിലായിരുന്നു ഏറ്റവും ഭയങ്കര ബോറായിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഹെയറിൽ പോയി ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞ് ഹെയർ ഈ ഒരു കോലത്തിലായപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇനിയൊന്നും ചെയ്യുന്നില്ല, ഇനി ഹെയറിലൊന്നും ചെയ്യേണ്ട. കാരണം നല്ല രീതിക്ക് ഹെയർ ഡ്രൈ ആവുന്നുണ്ട്. എനിക്കെന്തോ എൻ്റെ ഹെയർ കണ്ടിട്ട് ഒരു സാറ്റിസ്ഫാക്ഷനോ അങ്ങനെ ഒന്നും തോന്നില്ലായിരുന്നു. സോ ഇനിയൊന്നും ചെയ്യേണ്ടെന്ന് എഴുതിയതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, എനിക്ക് വേണ്ടപ്പെട്ട 2 വ്യക്തികൾ നിരന്തരം എന്നെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഹെയർ കൊള്ളില്ല, ഒരുമാതിരിയായി. അപ്പം ഞാനും കരുതി എന്നാൽ ഒന്ന് പോയി ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതി. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആർക്കല്ലേ ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്ത? എന്നാൽ അവരുടെ ആ ആഗ്രഹം, അവർക്കായിരുന്നു എൻ്റെ ഹെയർ ഒന്നുകൂടെ റൂട്ട് ചെയ്യണമെന്നുള്ള ഭയങ്കര ആഗ്രഹം. കാരണം എൻ്റെ മുഖം കാണാൻ കൊള്ളില്ല അത്രേ. അപ്പോൾ എന്നാൽ പിന്നെ അവരുടെ ആ ആഗ്രഹം അങ്ങ് സാധിച്ചേക്കാമെന്നും കരുതിയാണ് ഞങ്ങളിത് ഇങ്ങോട്ടിറങ്ങി പുറപ്പെട്ടത്. ക്രീമെല്ലാം തേച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു തലപ്പാവ് തലയിൽ കൊണ്ടുവന്ന് വെച്ചത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ആളെന്നോട് പറയുന്നുണ്ടായിരുന്നു നല്ല വെയിറ്റ് ഉണ്ടെന്ന്. ഇതെനിക്ക് ഫസ്റ്റ് തലയിൽ വെച്ച് തന്നതാണ്. അപ്പോഴത്തേക്കും ഈ ഫ്രണ്ട് പോർഷൻ എല്ലാം താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഇവർ വീണ്ടും എനിക്കിതുപോലെ ഒന്നും കൂടെ റൗണ്ട് ചെയ്ത് തന്ന് തലയ്ക്ക് ചുറ്റും. എന്നിട്ട് ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നോളാൻ പറഞ്ഞു. സത്യം പറയാമല്ലോ, ഈ 1.5 മണിക്കൂർ ഞാൻ കളയാൻ പെട്ട പാട് ഭയങ്കരമായിരുന്നു ഗൈസ്. ഈ 1.5 മണിക്കൂർ ഈ ടൈം കൊണ്ടതേ ഇവള് പോയി ഹെയറും കളർ ചെയ്തു. ഇവൾക്കൊരു 45 മിനിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഞങ്ങളപ്പോൾ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 1.5 മണിക്കൂർ നമുക്ക് തള്ളിക്കളയണ്ടേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ ഇവിടെ വരാൻ കാരണമെന്ന് വെച്ചാൽ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ഭയങ്കര കേട്ടോ. അടിപൊളി കസ്റ്റമർ സർവീസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളടുത്ത് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ജോമോളും ഈ ഐബ്രോസൊക്കെ എടുക്കണമെന്നും പറഞ്ഞ് അവളും സമയം കളയാൻ വേണ്ടി ചെയ്ത്. അവൾക്ക് നല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞങ്ങൾക്ക് നല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കില്ലേ, അപ്പോൾ നല്ല ബോറടിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അയണിങ് തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയറിന് നല്ല തിക്നെസ് ഉള്ളതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുമെന്ന്. ഓൾമോസ്റ്റ് ഒരു 4 മണിക്കൂറോളം എടുത്താണ് ഗൈസ് എൻ്റെ മുടി ഒന്ന് സെറ്റ് ചെയ്തത്. അപ്പോൾ അത്രയും സമയം എടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് അയണിങ് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫേസും മാറി, എൻ്റെ ഹെയറൊക്കെ കണ്ടോ നല്ല ആയില്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അവരെൻ്റെ ഹെയർ വാഷ് ചെയ്തു. എന്നിട്ട് ഇതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ. ഇത് കഴിഞ്ഞ് എൻ്റെ ഹെയർ ഒന്ന് ഉണക്കി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം നല്ല ശുഭമാവും ഗൈസ്. അങ്ങനെ അവരെൻ്റെ ഹെയർ ഉണക്കി തരുമായിരുന്നു. എനിക്ക് ചെയ്തു തരുന്ന ആടെ പേര് ബിനു എന്നായിരുന്നു. അപ്പോൾ അടിപൊളി സർവീസായിരുന്നു കേട്ടോ ഈ ആടത്. അവസാനം എൻ്റെ ഹെയർ കണ്ടില്ലേ ഗൈസ്, എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ കുഞ്ഞൊരു വ്ളോഗ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി അടുത്തൊരു വ്ളോഗ് വരുന്നത് വരെ ടാറ്റാ.